ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം ഭയങ്കര ടയേർഡാണ്. ഇപ്പോൾ ഞാൻ 7 മന്ത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഒക്കെപ്പാടായിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കമന്റ് കണ്ടിന്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഓർക്കും പോവല്ലേ, പിന്നെ എന്താ കാണിക്കാനാ, നേരം വെളുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, രാത്രി ആവുന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറെ കുട്ടീനെ നോക്കുന്നു, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത്. പിന്നെ ഭയങ്കര ടയേർഡാണ് എപ്പോഴും. അപ്പം അതൊക്കെയാണ്. വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിയായില്ല തോന്നും, അങ്ങനെ അത് ഒഴിവാക്കും, വീണ്ടും എടുക്കും. ഇത് തന്നെയാണ് പണി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വീഡിയോ എടുത്തിനൊക്കെ ഞാൻ ഒഴിവാക്കിയത്, അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എണീറ്റൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് എന്താ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അത് കാണിക്കാം. വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഇനിയെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായി വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യണം. അപ്പം അത്രയൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അവനെ കുളിപ്പിക്കണം, അങ്ങനെ ഓനെ ഉറക്കണം, ഓനും വെച്ച് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് ഓനൊന്ന് കുളിപ്പിച്ച് ഉറക്കാണ്ട്. അപ്പം അതൊക്കെ എൻ്റെ എല്ലാ ദിവസവും ഒരേപോലെ ഒന്നുമില്ല. ഞാൻ ഓരോ ദിവസവും ഓരോ പോലെയാണ്. കാരണം ഒരു ഓർഡറൊന്നുമില്ല. ഇനി ഏറ്റ പണി എനിക്ക് പണി എത്ര പെണ്ണി തിന്നണത്? എന്താ എനിക്ക് വേണ്ട, എണ്ണി തിന്നോളി. അപ്പൊ ഇത് എൻ്റെ അനിയൻ കടയിൽ പോയി വരുന്നതാട്ടോ. ചിരിച്ച നല്ലോണം ചിരിച്ച്, ഇതൊന്നും പോരാ. നോളോച്ച ഇനി ഡേയ് ഇങ്ങോട്ട് നോക്കടേ. നോട്ടമില്ലല്ലോ. ആക്കട്ടെ, ടൈം എടുക്കും. പേടിച്ചേട്ടോ, ഉറക്കം ഒച്ച ഉണ്ടാവും കേട്ടോ. പേടിച്ചത് ഞാൻ അടുത്ത വേണോ? ഇതെന്താക്കാനാ? ആയിട്ടാടിക്ക് ഒച്ചല്ലോടാ. ഇനിത് കഴിയും കഴിയണം. അത് കുടിച്ച് നിൽക്കാൻ മതി. കഴിയില്ല. ഇനി വേറെ
കവറുണ്ട്. നിങ്ങളോട് കഴിയില്ലടാ. ഫുൾ ഓട്ടായി. ഉമ്മച്ചിനെ വേറെ കവർ വെച്ചുകൊണ്ടെന്നാ ഇതിന് പൊട്ടൂല. കഴിഞ്ഞ് ഫുൾ ഓട്ടായി. വേറെ കവർ വാങ്ങിയോണ്ടേ ഇതിമ്മ ഫുൾ ഓട്ടായി. അവിടെ പോയി മുട്ടി നോക്കി വാതിൽ തുറക്കാൻ പറയും മെച്ചിനോട്. വാതില് തുറക്കി പറയും, കവറ് പറയും. പോയി വാങ്ങിക്കൊണ്ടേ. ഇതുകൊണ്ട് ഇനി കഴിയില്ല. പോയി വാങ്ങിക്കൊണ്ടേ. എത്ര വട്ടാക്കിയത്? ഇതിന് എത്ര വട്ടായി? ഇതുണ്ടോ? ഇനി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒന്നും കൂടി വേണേ ഒപ്പിച്ചു. ഓനിങ്ങനെ പഠിച്ചാ മതിയേ. ഗുഡ് ബോയ്. ഇനിയില്ല, ഇനി ഫുള്ളോട്ടെ. ഇനി വേറെ കവർ പോയി വാങ്ങിക്കൊണ്ട്. വാതില് തുറക്കി. ഉമ്മ വിളിച്ചോക്ക്. ഓ പുറത്താണ്. ഉമ്മച്ചി അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഫൈസിന്റെ മെയിൻ കളി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓരോ സ്ഥലത്തുമില്ലിട്ട് ഓന് കുറേ ടോയ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഓന് വേണ്ട. ഓന് ഇങ്ങനത്തെ ഒരു കളികളാട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിലായിട്ട് കാണിക്കൽ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താനായി. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഫുള്ളാക്കുള്ളൂ കേട്ടോ. കാരണം വേണമെങ്കിൽ പാർട്ട് 2 ആയിട്ട് ഇടാം. ഇത് വീഡിയോ ഭയങ്കര വലുതാവും. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 2 ആയിട്ട് ഇടും ചിലപ്പോൾ. ബാക്കി എനിക്ക് പുറത്ത് പോയി വന്നാൽ യാത്ര ചെയ്താൽ ഭയങ്കര ബാക്ക് പെയിനാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവും മിക്കവാറും. അപ്പോൾ ഞാൻ വീഡിയോ ഫുള്ളാക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ എൻ്റെ പ്രസവവും അവിടെ തന്നെ ഉണ്ട് കാണിച്ചിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേഴ്സി ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ നല്ലത്തെ വേറെ ഡോക്ടറാണ്. അപ്പോൾ ഞാനവിടെ കെട്ട പോസ്റ്റാണ്. അപ്പോൾ ചുമ്മാ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ടൈം പോകാൻ വേണ്ടി. ഫൈസി അവിടെ ചടച്ചിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ അവന് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് കുറേ ലേറ്റായിനി. പിന്നെ പെരേക്ക് പോന്നു. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുപ്പൊക്കെ നിർത്തി വേഗം കുറച്ച് നേരം കടന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.